ആരോ ഒരാൾ ഭാഗം 38. തന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ കോൾ ഡിസ്കണക്റ്റ് ആവുന്നതും നോക്കി ഹരി തരിച്ചിരുന്നു. ഒരു നിമിഷം ഈ ലോകം തന്നെ നിശ്ചലമായതുപോലെ. മെർലിൻ, അവൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഓടുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മോനെ, ഫോർമാലിറ്റികൾ എല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ മോനെയും കൂട്ടി പോകുകയാണ്. കുറച്ചധികം ദൂരമുണ്ട് ഇവിടെ നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക്. ഇതാണ് ഞങ്ങളുടെ അഡ്രസ്സ്. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് എന്നെ കാണണം. എനിക്കിനി ആരുമില്ല. ഒരു ചെറിയ പേപ്പറിൽ തൻ്റെ അഡ്രസ്സ് എഴുതി നീട്ടിക്കൊണ്ട് കണ്ണീരോടെ ആ പിതാവ് നിന്നപ്പോൾ ഹരിയുടെ ഉള്ളിൽ സ്വന്തം അപ്പായുടെ ഓർമ്മകൾ ഒരു തീക്കനൽ പോലെ എരിഞ്ഞു. ഒരു പിടി നോട്ടുകൾ അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിൽ മകന് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു പാവ മനുഷ്യൻ. ഇനിയും എന്തൊക്കെ വേദനകളായിരിക്കും ആ മകൻ അദ്ദേഹത്തിന് ബാക്കി വെച്ചിരിക്കുക. ആ പിതാവിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഹരിയുടെ ഹൃദയം വിങ്ങി. ഈ ലോകത്ത് എല്ലാ സ്നേഹവും സത്യസന്ധതയും ചതിക്കപ്പെടുകയാണോ? മെർലിന് ചുറ്റും എന്തൊക്കെയോ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ അവളെ കാണണം. ചിലതൊക്കെ അവളിൽ നിന്നും അറിയാനുണ്ട്, അറിഞ്ഞ കാര്യങ്ങൾ പറയാനും. എല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു തീർപ്പിലെത്തണം. ഫ്ലാറ്റിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആ ചിന്തകൾ ഹരിയുടെ മനസ്സിൽ അലറി. മോൾ എവിടെ? ഫെർണാണ്ടസിന്റെ ശബ്ദത്തിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. എന്താ, ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഇവിടെയുണ്ടോ? മോളാണെങ്കിൽ വന്നപ്പോൾ തന്നെ മുറിയിലേക്ക് പോയതാണ്. ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല. ശോശയുടെ കണ്ണുകൾ പരിഭ്രമത്താൽ വികസിച്ചു. ഒക്കെ പറയാം. ഞാൻ ആദ്യം മോളെ ഒന്ന് കാണട്ടെ. നീ ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ശരിയാകും. ഗൗരവത്തോടെ എന്നാൽ ഭയം നിറച്ച വാക്കുകൾ ഭാര്യയോട് പറഞ്ഞ് അയാൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. അയാളുടെ കാലുകൾക്ക് ഭാരം കൂടിയതുപോലെ. അയാൾ ചെല്ലുമ്പോൾ മെർലിൻ്റെ മുറി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഒരു പ്രതിമ പോലെ കട്ടിലിൽ ഇരിപ്പുണ്ട്. ചുറ്റും നടക്കുന്നത് ഒന്നും അറിയാതെ ജീവനറ്റ പോലുള്ള ആ ഇരിപ്പ്. മോളെ, അയാൾ വാത്സല്യത്തോടെ വിളിച്ചു. ആ ശബ്ദത്തിലെ വേദന അവൾ തിരിച്ചറിഞ്ഞു. ഡാഡി. അവൾ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. പിന്നെ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ഒരണക്കെട്ട് തകരുന്നത് പോലെയായിരുന്നു. എന്താ മോളെ, എന്താ ഉണ്ടായത്? അയാളുടെ നെഞ്ചു പിടഞ്ഞു. ഡാഡി, അവൾ ജാസ്മിൻ, ഞാൻ വളരെ ചെറിയ വാക്കുകൾ മാത്രം അവളിൽ നിന്നും ഞരങ്ങി പുറത്തേക്ക് വന്നു. വാ, ഇവിടെ ഇരിക്കെ. ഡാഡിയുടെ മോൾ ഇങ്ങനെ തകർന്നാലോ? ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തേ. അവളെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആ തോളിൻ്റെ താങ്ങ് അവൾക്ക് ലോകം തിരിച്ചു കിട്ടിയതുപോലെ തോന്നിച്ചു. മെർലിൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് സാവകാശം പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരുന്നു. ഫെർണാണ്ടസ് ക്ഷമയോടെ ഭയത്തോടെ കാത്തിരുന്നു. കുറച്ചു നേരം ബ്രീത്തിങ് എക്സസൈസ് എടുത്ത് നോർമലായ അവൾ സാവധാനം അയാളുടെ സ്നേഹത്തണലിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പതുക്കെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഓരോ വാക്കും ഒരു വെള്ളടി പോലെ ഫെർണാണ്ടസിൻ്റെ നെഞ്ചിൽ പതിച്ചു. ഡാഡി, നമുക്ക് ചതി പറ്റിപ്പോയി. എല്ലാം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഡാഡിക്ക് പോലും നമുക്ക് ചുറ്റും നടക്കുന്ന കള്ളക്കളികളെ കണ്ടുപിടിക്കാനായില്ലല്ലോ. എല്ലാം നമ്മുടെ വിധിയാ. മെർലിൻ ഏങ്ങലടിച്ചു. മോളെ, എന്ത് കള്ളക്കളിയുടെ കാര്യമാണ് മോള് പറയുന്നത്? വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഫെർണാണ്ടസ് ആകാംക്ഷയുടെ പാരമ്യത്തിലെത്തിയിരുന്നു. ഡാഡി, ജാസ്മിൻ അവൾ കള്ളിയാ. ആ തോമസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ കളിച്ച കളിയിലെ കരുക്കളായിരുന്നു സച്ചുവേട്ടനും ഞാനും, നമ്മളെല്ലാവരും. തോമസോ? ഫെർണാണ്ടസിൻ്റെ ചോദ്യത്തിൽ ഞെട്ടൽ നിറഞ്ഞു. അത് ഒരു ഭീകര സത്യം കേട്ടതുപോലെയായിരുന്നു. അതെ ഡാഡി, ഡോക്ടർ തോമസ് തന്നെ. അയാളാണ് എല്ലാത്തിൻ്റെയും പിറകിൽ. അവളുടെ ശബ്ദമിടറി. അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഋഷിയും ജാസ്മിനും അവർ ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നു എന്നുള്ളതാണ്. മെർലിൻ കിതപ്പോടെ പറഞ്ഞു. ആ വാക്ക് കേട്ടതും ഫെർണാണ്ടസിൻ്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. വാട്ട്? മെർലിൻ, ആർ യു നോർമൽ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ നീ പറയുന്നത്? ഫെർണാണ്ടസ് ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ അലറി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഞെട്ടൽ ഭയത്തിലേക്ക് വഴിമാറി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ ഡാഡി. ഋഷി മരിക്കുന്നതിന് മുമ്പ് അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. അവൾ കണ്ണീരിനിടയിലും അത് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ജാസ്മിനും സച്ചിനും തമ്മിലുള്ള വിവാഹം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഫെർണാണ്ടസ് വീണ്ടും അലറി. അയാളുടെ തലച്ചോറ് ആ സത്യങ്ങളെ ഉൾക്കൊള്ളാനാകാതെ മരവിച്ചു. ഇല്ല മോളെ, നീ പറയുന്നത് സത്യമല്ല. സ്വന്തം ഭാര്യയെ മറ്റൊരു പുരുഷന് ഭാര്യയാക്കാൻ വിട്ടുകൊടുക്കുക, അത് ഈ ലോകത്ത് ആർക്കും സാധിക്കുന്നതല്ല. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
മോളെ മെർലിൻ, നീ എന്തൊക്കെയോ ഹാലൂസിനേഷനിൽ കൂടി കടന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നീ നീ പേടിച്ചു പോയതാണ്. ഡാഡി, ഞാൻ അബ്സല്യൂട്ട്ലി നോർമലാണ്. പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനാവില്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഡാഡിക്ക് മനസ്സിലാവും. ദയവായി എന്നെ വിശ്വസിക്കൂ. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കാം. പക്ഷേ നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെയെന്ന്. അവിശ്വാസത്തോടെ എന്നാൽ ഉള്ളിലെ സ്നേഹത്താൽ അവളെ നോക്കിക്കൊണ്ട് അദ്ദേഹം തളർച്ചയോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ജീവിതം തകർന്ന ഒരു പിതാവിൻ്റെ വേദന നിറഞ്ഞു. മെർലിൻ തൻ്റെ ഡാഡിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവൾ കണ്ടത് തകർച്ചയുടെ ആഴങ്ങളാണ്. ആ സത്യം തൻ്റെ പിതാവിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൾക്ക് പറയാതെ വയ്യ. ഞാൻ പറയാം ഡാഡി. അവളുടെ ശബ്ദം ഒരു നേർത്ത മർമ്മരമായി പുറത്തേക്ക് വന്നു. മെർലിൻ്റെ ഓർമ്മകൾ ഋഷി അവസാനമായി തന്നോട് പറഞ്ഞ ആ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ സഞ്ചരിച്ചു തുടങ്ങി. ആ കഥ അവളിൽ നിന്നും വാക്കുകളായി പുറത്തേക്കൊഴുകി. ഋഷിയും ജാസ്മിനും അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നാൽ അത് വിശുദ്ധമായ പ്രണയമായിരുന്നില്ല. തൻ്റെ വഴിവിട്ട ജീവിതത്തിനിടയിൽ എന്നോ ഒരിക്കൽ ജാസ്മിനെ കണ്ടെത്തിയ ഋഷിക്ക് പിന്നീട് അവളില്ലാതെ പറ്റില്ലെന്നായി. ഒരു വേശ്യാ സ്ത്രീക്ക് ആരിലോ ഉണ്ടായ സന്തതിയായിരുന്നു ജാസ്മിൻ. ഋഷിയാകട്ടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തൻ്റെ വഴിവിട്ട ജീവിതം നയിച്ചു വരികയുമായിരുന്നു. ലോകസുഖങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, അതായിരുന്നു അവർ രണ്ടുപേരുടെയും ജീവിത ലക്ഷ്യം. ശരീരത്തിൻ്റെ അടങ്ങാത്ത ആവേശമായ കാമം എന്ന വികാരത്തിലൂടെ പരസ്പരം അടുത്ത അവർ വീണ്ടും പലപ്പോഴും കാണാൻ തുടങ്ങി. പരസ്പരം കഥകൾ പങ്കുവച്ചു. ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സഹതാപം, അതിൽ നിന്നുണ്ടായ ആസക്തി കലർന്ന സ്നേഹം, അതൊക്കെയായിരുന്നു ഋഷിക്ക് ജാസ്മിനോടുണ്ടായിരുന്നത്. പിന്നീട് ഒരിക്കലും അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ജാസ്മിൻ അവന് സമ്മതിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരെയും അനുസരിച്ച് ശീലമില്ലാത്ത അവൾക്ക് ആ മാതാപിതാക്കളെ അംഗീകരിക്കാനോ അവരെ സ്നേഹിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. താൻ നടന്ന വഴികൾ മറ്റാരും അറിയരുത്, അതവൾക്ക് നിർബന്ധമായിരുന്നു. പണവും ആഡംബരങ്ങളും അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഏതു മാർഗത്തിൽ കൂടെയും പണം സമ്പാദിക്കുക, അതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. ചെറുതും വലുതുമായ ഒരുപാട് കവർച്ചകൾ ചെയ്താണ് അവർ അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തിയിരുന്നത്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, അതുമാത്രമായിരുന്നു ജാസ്മിൻ്റെ മനസ്സിൽ. പുരുഷ സുഖങ്ങൾ ഏറെ അനുഭവിച്ച ജാസ്മിന് ഒരാൾക്ക് മാത്രമായി തൻ്റെ ശരീരത്തെ പങ്കുവയ്ക്കാൻ ആകുമായിരുന്നില്ല. ഋഷി അറിയാതെ അവൾ ഇടയ്ക്കിടെ മറ്റുള്ള പുരുഷന്മാരെ തേടി. അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളോ കുടുംബമോ ഒന്നും അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല. അവൾക്ക് പിന്നെയും വഴിതെറ്റുന്നത് ഋഷി അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു വന്നാൽ എല്ലാം മാറുമെന്നും ഉത്തമയായ ഒരു ഭാര്യയായി അവൾ മാറുമെന്നുമൊക്കെ അവൻ സ്വപ്നം കണ്ടു. കേവലം ലൈംഗിക സുഖത്തിനു വേണ്ടിയും ആഡംബരങ്ങൾക്ക് വേണ്ടിയും നെട്ടോട്ടമേടുന്ന ജാസ്മിൻ്റെ ജീവിതത്തിൽ എപ്പോഴോ അവൾ പോലും അറിയാതെ ആ കുഞ്ഞുമോൾ കടന്നു വന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞു ജീവൻ ഇല്ലാതാക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഋഷിക്കൊരിക്കലും അതിന് സാധിക്കുമായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവന് തൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. അവൻ്റെ നിർബന്ധത്തിനു വേണ്ടി മാത്രം ആ കുഞ്ഞിന് ജന്മം നൽകാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനോട് ആ അമ്മയ്ക്കൊരിക്കലും സ്നേഹം തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഋഷിയെ ഭയന്നുകൊണ്ട് അവൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു. കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ഋഷി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. മാതാപിതാക്കളെ പോയി കാണണമെന്നും അവരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കണം എന്നുമൊക്കെ അവൻ കരുതി. അങ്ങനെ നല്ലൊരു തീരുമാനത്തിലിരിക്കുമ്പോഴാണ് കുഞ്ഞിന് പെട്ടെന്നൊരു പനി വന്നത്. തൻ്റെ കുഞ്ഞിന് ലൂക്കമിയ ആണെന്ന് തിരിച്ചറിഞ്ഞ ആ ദിവസങ്ങളിൽ അവൻ ആകെ തകർന്നുപോയി. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനെപ്പറ്റി അവന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ സന്തോഷം മുഴുവനും ആ കുഞ്ഞിലായിരുന്നു. എന്നാൽ ആ കുഞ്ഞിൻ്റെ മരണമായിരുന്നു ജാസ്മിൻ ആഗ്രഹിച്ചത്. എങ്കിലും ഋഷിയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവൾ അതിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു. കുഞ്ഞിൻ്റെ രോഗാവസ്ഥയിൽ ആകെ തകർന്നുപോയ ഋഷി സാമ്പത്തികമായും വല്ലാത്ത തകർച്ചയിലായിരുന്നു. കുഞ്ഞിനെ എങ്ങനെ ചികിത്സിക്കണം എന്നറിയാത്ത അവസ്ഥ. ആരോടും കൈ നീട്ടാൻ പോലും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്ത് അവനുണ്ടായിരുന്നില്ല. ആ സമയങ്ങളിലൊക്കെ അവൻ്റെ ഏക അഭയം മധ്യത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ബാറിൽ വെച്ചാണ് ഋഷി ഡോക്ടർ തോമസിനെ കാണുന്നത്. അന്ന് വല്ലാതെ ബോധം നശിച്ച നിലയിലായിരുന്നു തോമസ്. എല്ലാ കുടിയന്മാർക്കും സംഭവിക്കുന്നത് പോലെ അന്ന് ഋഷി തന്നെ അയാളെ അയാളുടെ വീട്ടിലെത്തിച്ചു.
സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലെ രക്ഷകനോട് ആ മനുഷ്യൻ തൻ്റെ സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഒപ്പം ഒരു കാര്യം കൂടി അയാൾ കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ എൻ്റെ കുഞ്ഞെങ്കിലും ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന്. അന്ന് രാത്രി തോമസിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ ഋഷി ജാസ്മിനുമായി സംസാരിച്ചു. തോമസിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഋഷി ആ സാഹചര്യത്തെ മുതലെടുക്കാൻ തീരുമാനിച്ചു. തോമസ് അയാളുടെ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം മനസ്സിലായപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്തെ മുതലെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗമാണ് അവർ അന്വേഷിച്ചത്. ആ രാത്രി ഏറെ ഉറക്കമൊഴിച്ചിരുന്ന് അവർ തോമസ് പറഞ്ഞ കഥകളെല്ലാം കൂട്ടിയിണക്കി മറ്റൊരു കഥയുണ്ടാക്കി. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കിയാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ, അതുമാത്രമായിരുന്നു അപ്പോൾ അവൻ്റെ ചിന്ത. അങ്ങനെ അവർ ഒരു കഥ എഴുതിയുണ്ടാക്കി, തങ്ങൾക്ക് ആടിത്തിമിർക്കാനുള്ള പുതിയൊരു തിരക്കഥ. ഈ വിവരങ്ങൾ മെർലിൻ പറയുമ്പോൾ ഫെർണാണ്ടസിൻ്റെ നെഞ്ചിലെ ഭയം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം ജീവിതം മാത്രമല്ല, ഒരു പിതാവിൻ്റെ സ്നേഹം പോലും കള്ളക്കളിയുടെ കരുവാക്കിയ അവരുടെ ക്രൂരത. ഒരിക്കൽ അഴിച്ചുവെച്ച വേശ്യാക്കുപ്പായം ലക്ഷ്യം നേടാനായി ഒരിക്കൽ കൂടി എടുത്തണിയാൻ ജാസ്മിൻ തീരുമാനിച്ചു. അത് അവളുടെ മാത്രം തീരുമാനമായിരുന്നു. എങ്ങനെയെങ്കിലും തോമസിനെ അവരുടെ വഴിക്ക് എത്തിക്കാനുള്ള നീക്കം. ഒരു ദിവസം കുടിച്ചവശനായ തോമസിന് മുൻപിൽ ജാസ്മിൻ ഒരു രക്ഷകയായി പ്രത്യക്ഷപ്പെട്ടു. ബോധം വരും വരെ അയാളെ അവൾ ശുശ്രൂഷിച്ചു. ആദ്യമായി അയാളുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ് അവൾ ശ്രമിച്ചത്. ആദ്യമൊക്കെ തോമസ് അവരുടെ വഴിക്ക് വന്നില്ലെങ്കിലും ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയ ആ മനുഷ്യൻ പതുക്കെ പതുക്കെ ജാസ്മിൻ്റെ സുഹൃത്തായി മാറി. ജാസ്മിൻ വഴിയായി ഋഷിയുടെയും. അനാഥയായ താൻ എങ്ങനെ ഋഷിയുടെ ജീവിത പങ്കാളിയായി എന്നും കുഞ്ഞിൻ്റെ അസുഖവും ചികിത്സയ്ക്കായി വീണ്ടും വഴിവിട്ട ജീവിതത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന തൻ്റെ നിസ്സഹായതയുമെല്ലാം അവൾ വിദഗ്ധമായി തോമസിൻ്റെ മനസ്സിലേക്ക് ചേർത്തു വെച്ചു. അയാളുടെ ഉള്ളിലെ അനുകമ്പയെ മുതലെടുത്തുകൊണ്ട് അവർ മെനഞ്ഞ കള്ളക്കഥ അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന വാത്സല്യത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. തൻ്റെ അനാഥാലയത്തിലെ ജീവിതവും തന്നെ ഇടയ്ക്കിടെ കാണാൻ വരാറുണ്ടായിരുന്ന ഒരു നേഴ്സിൽ നിന്ന് താൻ അറിഞ്ഞ വിവരങ്ങളുമെല്ലാം തോമസിൻ്റെ കഥയോട് ചേർത്ത് വെച്ച് അവൾ പറഞ്ഞപ്പോൾ എല്ലാം വിശ്വസനീയം. മമ്മിയെ കൊലപ്പെടുത്തിയത് ഡാഡി ആണെങ്കിൽ പോലും താൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒരിക്കലെങ്കിലും ആ ഡാഡിയെ ഒന്ന് കാണണമെന്നുമൊക്കെയുള്ള അവളുടെ പരിദേവനങ്ങൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മകളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിച്ചു. എല്ലാം അവർ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോയി. എങ്കിലും ചില സംശയങ്ങൾ തോമസിൽ ബാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഥയിലേക്ക് പുതിയൊരു കഥാപാത്രത്തെ കൂടി കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. നമ്മുടെ ഹോസ്പിറ്റലിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സിനെ കണ്ടെത്തി. തോമസിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ എല്ലാം ഭംഗിയായി. ആ കഥ ഇങ്ങനെയായിരുന്നു. ഗുരുതരമായി കുത്തേറ്റ് ഹോസ്പിറ്റലിലെത്തിയ തോമസിൻ്റെ ഭാര്യയ്ക്ക് അല്പം ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്ത് അതിൻ്റെ ജീവൻ രക്ഷിച്ചുവെന്നും പിന്നീട് ആ കുഞ്ഞിനെ ഏതോ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചുവെന്നുമൊക്കെ ആ നേഴ്സ് പറഞ്ഞു. നടന്ന കഥകൾ മറ്റൊരാളുടെ സൃഷ്ടിയിൽ എത്ര മനോഹരമായി റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നോർത്തപ്പോൾ ഫെർണാണ്ടസ് അത്ഭുതപ്പെട്ടു. എന്നാലും എങ്ങനെ? അയാളുടെ ചിന്തകൾ കാടുകയറുമ്പോൾ മെർലിൻ തുടർന്നു. നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു പിന്നീട് തോമസ്. തൻ്റെ ജീവിതം മകളിലൂടെ തിരിച്ചു കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അയാൾ മനം നിറഞ്ഞ് സന്തോഷിച്ചു. കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ അയാൾ തന്നെ കണ്ടെത്തിയ മാർഗമായിരുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകം. തൻ്റെ മകളെ ഒരനാഥയും വേശ്യയുമാക്കി തീർക്കാൻ കാരണമായ മാളിയേക്കൽ കുടുംബത്തോടുള്ള ദേഷ്യം, അതായിരുന്നു നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ നാടകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. തോമസ് എന്ന മനുഷ്യൻ എഴുതിയ മറ്റൊരു തിരക്കഥയിലൂടെ ജാസ്മിൻ നിറഞ്ഞാടിയ ജീവിത നാടകം. അത്രയും പറഞ്ഞപ്പോഴേക്കും മെർലിൻ ആകെ തകർന്നു പോയിരുന്നു. അവൾ സങ്കടം സഹിക്കാനാവാതെ ഡാഡിയോട് ചേർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ജാസ്മിൻ, അവളൊരു നേഴ്സ് അല്ലെന്നാണോ നീ പറയുന്നത്? അതല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു നേഴ്സിൻ്റെ റോൾ ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞത്? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല മോളെ. ഫെർണാണ്ടസിൻ്റെ വാക്കുകളിൽ സംശയത്തിൻ്റെ അലകൾ നിറഞ്ഞു. ഡാഡി, ജാസ്മിൻ OPയിൽ മാത്രമാണ് നിന്നത്. അവിടെ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ടെമ്പറേച്ചർ നോക്കുക, വെയിറ്റ് നോക്കുക, അത്യാവശ്യ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ കുറവുകളൊന്നും നമുക്കാർക്കും മനസ്സിലാക്കാനായില്ല. തോമസ് തന്നെ അവൾക്ക് വേണ്ട അത്യാവശ്യ ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി, ഒരു നേഴ്സിന് വേണ്ട ട്രെയിനിങ്ങും കൊടുത്തു, മെർലിൻ വിറയലോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും സംശയം തോന്നാതെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റി. അതോടൊപ്പം ഋഷിയെയും അവർ ഹോസ്പിറ്റലിൽ തള്ളിക്കയറ്റി.
എല്ലാം തോമസിന്റെ നിർദ്ദേശപ്രകാരം നടന്നതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് നടന്നതെല്ലാം യാദൃശ്ചികം മാത്രം. റോഷന് ജാസ്മിനോട് ഇഷ്ടം തോന്നിയതും പിന്നീട് സച്ചുവേട്ടൻ അവളോട് ഇഷ്ടം പറയുന്നതും ആ വിവാഹം നടക്കുന്നതുമൊക്കെ അവരുടെ വിദഗ്ധമായ കളികളായിരുന്നു. പണത്തിന്റെ മായാലോകത്തിൽ അവർ കളിച്ച കൈവിട്ട കളികൾ. മെർലിൻ വിതുമ്പി. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട് ഡാഡി. മെർലിൻ തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം കനൽ പോലെ തിളങ്ങി. ആ നേഴ്സ് പറഞ്ഞതനുസരിച്ച് തോമസിന്റെ കുഞ്ഞ് ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അവൾ ആരാണ്? മെർലിന്റെ ആ ചോദ്യത്തിന് മുൻപിൽ ഫെർണാണ്ടസ് വല്ലാതെ പതറിപ്പോയി. അവളോട് എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം ഒരു നിമിഷം നിശ്ചലനായി. ആ ചോദ്യം മൂർച്ചയേറിയ അസ്ത്രം പോലെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തെറിച്ചു. മോളെ, തൽക്കാലം വേറെ ആരും ഒന്നും അറിയണ്ട. നമ്മളിപ്പോൾ എന്തു പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാനും പോകുന്നില്ല. റോഷനെ നേടിയെടുക്കാൻ നമ്മൾ നെയ്യുന്ന ഓരോ കഥകളായി ഇത് വ്യാഖ്യാനിക്കപ്പെടും. മകളുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി ആ പിതാവ് തിടുക്കപ്പെട്ടു പറഞ്ഞു. ആ വാക്കുകളിൽ വല്ലാത്തൊരു ഭാരം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഡാഡി, പിന്നൊരു കാര്യം. സായ, ആ കുട്ടിക്ക് സച്ചുവേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. സച്ചുവേട്ടന് തിരിച്ചും. പിന്നെന്തിനാണ് അദ്ദേഹം ജാസ്മിനെ കല്യാണം കഴിച്ചത് എന്ന് മാത്രം എനിക്കറിയില്ല. എങ്കിലും എല്ലാറ്റിനുമുള്ള ഉത്തരം ഉടനെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മെർലിൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. സച്ചുവേട്ടന്റെ മരണത്തിന് ഉത്തരവാദികളെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള സായയുടെ ശ്രമം മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ബാക്കിയെല്ലാം. പാവം സായ, അവൾ അതിൽ പെട്ടുപോകുകയും ചെയ്തു. എന്തൊക്കെയാ അല്ലേ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്? നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിക്കും? മെർലിൻ തളർച്ചയോടെ ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഋഷി എന്തുകൊണ്ട് തൻ്റെ ഭാര്യയെ വേറൊരാൾ സ്വന്തമാക്കുന്നത് നോക്കി നിന്നു? അവിടെയും ചില ദുരൂഹതകൾ ബാക്കിയില്ലേ? ഫെർണാണ്ടസിന്റെ ചോദ്യം ഉയർന്നു. പണത്തിനു വേണ്ടിയാണ് ഋഷി ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. സച്ചുവിനെ ജാസ്മിൻ വിവാഹം കഴിച്ചാൽ പകുതി സ്വത്ത് അവൾക്കുള്ളതാണല്ലോ. കുഞ്ഞിന്റെ ചികിത്സയ്ക്കും പിന്നീടുള്ള സുഖജീവിതത്തിനും അത് ഉപകരിക്കും. എല്ലാം അറിയാവുന്ന ഋഷി അതിനെല്ലാം കൂട്ടുനിൽക്കുകയായിരുന്നു. ആ വിവാഹം കഴിഞ്ഞാൽ ഒരു രാത്രി പോലും അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് തോമസ് അവർക്ക് വാക്കുകൊടുത്തിരുന്നു. ആ രാത്രിയിൽ തന്നെ സച്ചുവേട്ടനെ കൊല്ലാനുള്ള പദ്ധതി അയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് അങ്ങനെയാണ്. ിന്റെ വാക്കുകൾ ഫെർണാണ്ടസിനെ മരവിപ്പിച്ചു. അതുവരെ എല്ലാ കാര്യങ്ങളും ഋഷിയും ജാസ്മിനും ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു. എന്നാൽ സച്ചുവേട്ടൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിധവയെ സ്വന്തം മകളായി ആ കുടുംബം ഏറ്റെടുത്തപ്പോൾ കാര്യങ്ങളെല്ലാം ഋഷിയിൽ നിന്നും വഴുതിപ്പോയി. ആഡംബരത്തിൽ മുഴുകിപ്പോയ ജാസ്മിൻ ഋഷിയെയും സ്വന്തം മകളെയും മറന്നു. പിന്നീടുള്ള കളികൾ ഋഷിക്ക് അറിയാവുന്നതായിരുന്നില്ല. കുഞ്ഞിന് അസുഖം കൂടിയപ്പോൾ ഋഷിയുടെ ശ്രദ്ധ ജാസ്മിനിൽ നിന്നും മാറി. ആ അവസരം അവർ രണ്ടുപേരും ശരിക്കുപയോഗിച്ചു. എങ്ങനെയെങ്കിലും മാളിക തറവാടിന്റെ മുഴുവൻ സ്വത്തിനും അവകാശിയാകുക, അതായിരുന്നു പിന്നീട് ജാസ്മിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അവൾ കാണിക്കുന്ന ഈ ഭ്രാന്തും റോഷനോടുള്ള ഇഷ്ടവും. ഋഷി പോലും അറിയാതെ അവർ എഴുതി തയ്യാറാക്കിയ കഥയിലെ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും. മെർലിന്റെ വാക്കുകൾ ഇടറി. അവളുടെ സങ്കടം മനസ്സിലാക്കി ഫെർണാണ്ടസ് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത് മോള് പറ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഇടയ്ക്ക് കുഞ്ഞിന് തീരെ വയ്യാതായി. എന്നിട്ട് കൂടി കുഞ്ഞിനെ ഒന്ന് കാണാനോ ഋഷി ആശ്വസിപ്പിക്കാനോ പോലും ജാസ്മിൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് ഋഷിക്ക് അവളുടെ നീക്കങ്ങളിൽ സംശയം തോന്നി. അവൾ അറിയാതെ അവളുടെ നീക്കങ്ങൾ വളരെ വ്യക്തമായി ഋഷി മനസ്സിലാക്കാൻ ശ്രമിച്ചു. എല്ലാത്തിനും കൂട്ടുനിന്നെങ്കിലും അവസാനം റോഷനെയും ഇല്ലാതാക്കാനായിരുന്നു ഋഷിയുടെ പദ്ധതി. പക്ഷേ ജാസ്മിൻ, അവൾ റോഷനിലൂടെ മാളിയേക്കൽ കുടുംബത്തിന്റെ മുഴുവനും അവകാശിയായി മാറാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വളരെ വൈകിയാണ് അവൻ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ജാസ്മിൻ ഋഷിയെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അത് പറയുമ്പോൾ മെർലിന്റെ ശബ്ദം വിറച്ചു. എന്നാൽ കുഞ്ഞ് മരിച്ചിട്ട് പോലും തൻ്റെ ഭാര്യ തന്നിലേക്ക് തിരിച്ചു വരുന്നില്ലെന്ന് കണ്ടപ്പോൾ മാത്രമാണ് താൻ ചതിക്കപ്പെട്ടു പോയ കാര്യം ഋഷി പൂർണ്ണമായും മനസ്സിലാക്കിയത്. എല്ലാം അറിയുന്ന ഋഷി തങ്ങളുടെ ലക്ഷ്യത്തിനൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവനെയും അവർ ഇല്ലാതാക്കിയത്. മെർലിൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഫെർണാണ്ടസ് വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും തള്ളിപ്പറയുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഒരാളെപ്പറ്റി ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു. ജാസ്മിൻ എന്ന നുണയുടെ ആഴം അദ്ദേഹത്തെ ഭയപ്പെടുത്തി. മോളെ, എല്ലാത്തിനും ദൈവം തന്നെ വഴി കാണിച്ചു തരും. എന്തായാലും റോഷൻ നിനക്കുള്ളതാ. അത് നഷ്ടപ്പെടാൻ ഈ ഡാഡി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം. എത്രയും പെട്ടെന്ന് അവളുടെ മുൻപിൽ നിന്നും ഓടി ഒളിക്കാനുള്ള ആഗ്രഹത്തോടെ ഫെർണാണ്ടസ് പറഞ്ഞു. ശരി ഡാഡി, എനിക്കും ചെറിയൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഹരിയുമായി, മെർലിൻ ആലോചനയോടെ പറഞ്ഞു. ഫെർണാണ്ടസിന്റെ കാർ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് കുതിച്ചു.
എന്നെങ്കിലും മെർലിനിൽ നിന്ന് ഈ ചോദ്യം താൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മെർലിൻ്റെ ചോദ്യം അയാളുടെ കാതുകളിൽ മുഴങ്ങി. അങ്ങനെയെങ്കിൽ അവൾ ആരാണ്? ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം പോലെ കിടന്നു. ആർക്കും അറിയാത്ത, താൻ മാത്രം കാത്തുവെച്ച ആ രഹസ്യം മെർലിൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.